ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്, ഈദ് വ്ളോഗാണ് കേട്ടോ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ മൈലാഞ്ചിടൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ഞായറാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ അന്ന് തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടതിന് പിന്നെ ആദ്യക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും ഇടണം നിർബന്ധം. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് ഉറങ്ങുന്ന ടൈമിൽ ഇപ്പം ഇതാണ് കേട്ടോ മൈലാഞ്ചിൻ്റെ ഇത്. രണ്ട് കയ്യിലും ഇട്ടിക്കണ് ചിലവര്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ തുടങ്ങണം. 4 മണി സമയം കേട്ടോ രാവിലെ. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ 4 മണിക്കാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായ കൂടെ കഴിഞ്ഞപ്പോൾ ഇതെന്താ ആദ്യം എണീറ്റ് അവന് കൊണ്ടുവരാണ്. അപ്പോൾ ഇന്ന് മന്തിയായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, കുക്കർ മന്തി. പിന്നെ പായസം ഉണ്ടാക്കണത് സാബുനരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട്. പിന്നെ സേമിയം വറുക്കുക കേട്ടോ. നമ്മൾ വറുക്കാത്ത സേമിയാണ് വാങ്ങിയത്, അതാണ് നല്ലതെന്ന് തോന്നിയപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുക്കാൻ വേണ്ടി പൊട്ടിച്ചാണ്, കാരണം നീളല്ലതല്ലേ വാങ്ങിയത്. അപ്പോൾ അത് പൊട്ടിച്ച് അപ്പോൾ ഇതിൻ്റെ സാബുനരി കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വന്ന് പിന്നെ സേമിയ എന്താ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് അതിൽക്കിട്ട് ചെറിയൊരു ബ്രൗൺ കളറ്, വലിയ ബ്രൗൺ ആവണ്ട, അതുവരേക്കൊന്ന് ഇത് വറുത്തെടുത്ത്. അപ്പോൾ വറുത്ത് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഒന്നെങ്ങനെ വറുത്ത് നമുക്കറിയില്ലല്ലോ എന്ത് എണ്ണയാന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ സാബുനരി അതിൻ്റെ അടിയിൽ ഇതാ വേവുന്നുണ്ട്. ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ എണ്ണ വെക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. കിസ്സൊക്കെ തരികയാണ്, പൊന്നൂന് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പായസം അതിൻ്റെ ഇടയിൽ ഒന്ന് നോക്കുക. നമ്മൾ പാലാണ് വെച്ചിട്ടുള്ളത്. പാലൊരു കുറച്ചൊക്കെ ഒരു വലിയ കലത്തിൽ തന്നെ വെച്ച് പായസത്തിനെല്ലാം കുറച്ച് അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കാരണം വെയിലായിരുന്നല്ലോ. ഇന്ന് രാവിലെ മഴൻ്റെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് സാബുനരിയൊക്കെ വെന്തതായിക്കിട്ട് അതിൻ്റെ അടിയിൽ ആദ്യം എണ്ണ തേക്കുന്നുണ്ട്. അതിന് കുളിക്കണം, മറ്റുള്ളവരുടെ കൂടെ കുളിക്കണം. അപ്പോൾ അല്ലൂനും മുത്തൊട്ടിക്കൊക്കെ എണ്ണ തേച്ചെടുത്ത് അവിടെ പോയിരുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ അതാ സേമിയും അതിൻ്റെ ഇടയിൽ ഓരോ പണിൻ്റെ ഇടയിൽ ഓരോ വേറെ പണികളുണ്ടാവും കേട്ടോ. സേമിയ കട്ട്, നല്ല വറുത്ത സേമിയ കട്ട്. ഇനി അതിൽ കിടന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്നും കൂടെ കുക്കായി കിട്ടും കുറേ സമയം ഇതായിട്ട്. പിന്നെ മിൽക്ക് മേഡ് ആട്ടോ ഒഴിച്ച് കൊടുക്കണത്. പഞ്ചസാര, നമ്മൾ ഏലക്കായും പഞ്ചസാര ഇട്ട് ഇത് പൊടിച്ചിട്ട് അതും കൂടെ അതിക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡിൻ്റെ മുന്നേ ഏലക്കായ പഞ്ചസാരയും നമ്മൾ പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് മധുരം നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ നമ്മളത് അതിലേക്ക് നെയ്യും കിസ്മിസും മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ഉള്ളി ഇടും ചിലർ, പക്ഷെ ഞാനത് ഇടലില്ല. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇടാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം അത് പെട്ടെന്നായി. പിന്നെ മുന്തിരി ഒന്ന് ഇതാക്കി കൊടുത്ത്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അതിട്ടിട്ടില്ല. തേങ്ങാക്കൊത്ത് കൂടി ഇടുമ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഇടയിൽ കൂടെ കടിക്കും, ടേസ്റ്റാണ്. പക്ഷേ ഞാൻ അതിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളറാവുന്നത് വരെ ആക്കിയിട്ട് പിന്നെ കിസ്മിസും കൂടെ നമ്മളൊന്ന് ആക്കി ഇടുന്നുണ്ട്. പിന്നെ അവസാനം കിസ്മിസിൻ്റെ കൂടെ നമ്മൾ ആ നെയ്യും കൂടെ ആയി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചില വീട്ടിൽ നിന്ന് കുടിച്ചതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ്. നിങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോൾ നമ്മളെ പായസമൊക്കെ മുന്തിരിയൊക്കെ പെട്ടെന്നാവുമല്ലോ. പായസം റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതുകൊണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പൊന്നു റെഡിയാക്കിയതാണിത്. ഇതിൽക്ക് കറ്റാർവാഴയും പിന്നെ പാലും പിന്നെന്താ അരിപ്പൊടി ചേർത്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ കാണിച്ചു തരാണ്. മുഖത്തൊക്കെ തേച്ച് പിന്നെ എല്ലാവരും മുഖത്തും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. ഈ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ. കരുവാളിപ്പ് മാറാനൊക്കെ നമുക്ക് നല്ലൊരു ഇതാണിത്. അത് കഴിഞ്ഞ് ആദ്യം കുളിപ്പിച്ച് പിന്നെ അവന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്.
കണ്ടവന് ഭയങ്കര സന്തോഷം. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ 7:15 കേട്ടോ നിസ്കാരം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും നേരെ ആയപ്പോത്തിന് തന്നെ കുളിച്ച് റെഡിയായി. അവർ 7 മണിക്ക് തന്നെ പള്ളിയിൽ പോവാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് പിന്നെ ഇവനൊന്ന് റെഡിയാക്കി കൊടുക്കും. എൻ്റെ ഫുഡൊക്കെ അപ്പോത്തിന് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ അവനൊരുക്കുന്നതാണ് കാണുന്നത്. മറ്റവരൊക്കെ പിന്നെ അവരെന്നെ ഡ്രസ്സ് ഇട്ട്, ഞാൻ അല്ലുവിന് മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. മൊത്തട്ട് പിന്നെ അവൾ സ്വന്തമായിട്ട് മാറ്റാനായിരുന്നല്ലോ. അപ്പോൾ അതാ ഫ്ലൈൻ കിസ് വരികയാണ്. പൊന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ പള്ളിയിൽ പോവുകയാണ്. എല്ലാവരും റെഡിയായി. പൊന്നു പർദ്ദട്ടിട്ടാണ് പോണത്. എന്നാൽ നിസ്കരിക്കാൻ അതല്ലേ നല്ലത്. എന്നെ പിന്നെ നിസ്കാരക്കുപ്പായം കൊണ്ടുപോകണം. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീടൊക്കെ ഒന്ന് വൈകുന്നേരമാണ് നമ്മൾ തുടച്ചിട്ടതെങ്കിലും ഒന്നും കൂടെ റെഡിയാക്കിയിരുന്നു കേട്ടോ. ഒക്കെ ഫുള്ള് റെഡിയാക്കി. ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ അല്ലൂന് ഒരുക്കുകയാണ്. അവർ വന്നിട്ട് പിന്നെ പൊന്നു അല്ലൂന് ഒരുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങുകയാണ്. ഒരുങ്ങാന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണീതി പൗഡറൊക്കെ ഒന്ന് ഇട്ട് ഇത്ര തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഒരുക്കുക. പിന്നെ മന്തി ഇതാ നമ്മൾ മന്തി കുക്കറിന്ന് ഒഴിച്ച് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു മന്തിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്ന കേട്ടോ. ഇത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണല്ലോ മെയിൻ പെരുന്നാൾക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയണം കേട്ടോ. അതിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാത്തതാണ്. ഫോട്ടോ വീഡിയോ കുറേ എടുത്തിരുന്നു. ഈദ് മുബാറക്ക് എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ. അപ്പം നേരത്തെ പിന്നെ കാക്ക വന്നിട്ട് ഇന്നില്ല. കാക്ക എന്തൊരു ഇതിലിരുന്നു, കമ്പ്യൂട്ടറിൽ എന്തൊരു പണിയിലിരുന്നു. അപ്പോൾ അതുപോലെ ഈദ് മുബാറക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാ, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും കഴിക്കുകയാണ്. ആദ്യൻ്റെ കയ്യിലിതാ ഒരു ചിക്കൻ പീസ്. അവനാദ്യമേ തൂങ്ങിക്കുക. അത് കഴിഞ്ഞ് പിന്നെ പായസമൊക്കെ കുടിച്ച് അപ്പത്തിന് നമ്മൾ പ്രസവത്തിൻ്റെ അന്നേനും ഇനിയും കുട്ടീനെയും ആദ്യം കുളിപ്പിക്കാൻ വന്നതിന് താത്ത വന്നിട്ടോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ അവനറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിരുന്നു. ഇപ്പോൾ പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചിരിച്ച് സംസാരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ. പിന്നെ ഒരു പായസമൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ മുത്തുട്ടിൻ്റെ ഒരു റീൽസൊക്കെ എടുത്തിട്ടാ. അപ്പം ഇന്ന് പുതിയത് മാറ്റിയതെല്ലാം വെച്ച് അപ്പോൾ നമുക്ക് റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞതാ. ഒരു റീൽസൊക്കെ എടുത്തു. കുറേ നേരം നമ്മൾ ഒരു 3-4 എടുക്കുമ്പോഴാണ് ഒന്ന് നേരാവുക. പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോവാണ്, ഉമ്മാൻ്റെ അടുത്ത് പോവാണ്. അപ്പം താത്ത പറഞ്ഞ് ഞാനുണ്ട്, ഉമ്മാനെ കണ്ടിട്ട് കുറേ കാലമായിക്കണി താത്തയും കുളിപ്പിക്കാൻ വരുന്ന താത്ത. അപ്പോൾ അവരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ്. പിന്നെ വീട്ടിൽ ചെന്ന് ബിരിയാണി തന്നെ അവിടുന്ന്. അപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിച്ചു നമ്മൾ. ഇവിടുന്ന് മന്തി, അവിടുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചു. പിന്നെ ഉമ്മ ഞങ്ങളൊക്കെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്ലൂന് എടുക്കണം അതിൻ്റെ അടിയിൽ. ഓൽക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ എടുക്കണം. പിന്നെ അവിടുന്ന് ചെറിയ ആങ്ങളുടെ വീട്ടിൽ പോകാൻ കേട്ടോ. പാടത്ത് കൂടിയാണ് പോകുന്നത്, പെട്ടെന്ന് എത്തും. കാക്കയും കുട്ടികളും കാറിന് പോകുന്നു. ഞങ്ങളിതങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടത്ത് കൂടെ കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളുടെ അവിടുന്ന് പായസം കുടിച്ച് ഇറങ്ങാണ്. ചോറ് കഴിച്ചില്ല, കാരണം ഇവിടുന്നും ഇതൊക്കെ കഴിച്ചുകൊണ്ട് കുടിച്ചില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു റീൽസിൻ്റെ ഒരിത് കൂടിയാണ്. പാത്തുവിൻ്റെ MIT മ്യൂസിയത്തെ ഒരു റീൽസും കൂടി എടുത്ത്. രണ്ടാമത്തെ ദിവസമായിട്ടത് രാവിലെ തന്നെ കുറച്ചുകൂടെ പായസം ഉണ്ടാക്കി. രണ്ടാമത്തെ പെരുന്നാളിന് കുറച്ചുകൂടി പായസമൊക്കെ ഉണ്ടാക്കി. കാരണം തലേന്നത്തെ പായസം കഴിഞ്ഞിരുന്നു. ഞങ്ങൾ രാത്രി വൈകുന്നേരം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും തണുപ്പിച്ച് രാത്രി പിന്നെ എല്ലാവരും കുടിച്ച് തീർത്ത്. പിന്നെ സാദാ ചോറാണ് രണ്ടാമത്തെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയത്. സാദാ ചോറും മോര് കാച്ചിയതും പിന്നെ ബീഫ് വരട്ടിയതും. അപ്പം ഇന്നലെ ഒന്നാമത്തെ പെരുന്നാൾക്കന്നെ കഴിച്ചുകൊണ്ട് പിന്നെ ആർക്കും വേണ്ട മന്തി വേണ്ട ബാക്കിയിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ ഇവർ രണ്ടാളൊരു ഡാൻസ്. മെയിൻ ഇതൊക്കെയാണ് കേട്ടോ. പാട്ട് കേട്ടാൽ പിന്നെ ആദ്യക്ക് നിൽക്കാൻ കഴിയൂല. അവൻ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് ഒരു ഫുഡ് കഴിച്ച് 1 മണി കഴിക്കണ് പുറത്ത്. ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികൾക്ക് എങ്ങോട്ടെങ്കിലും പോകണം.
അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെ തന്നെ ഒന്നും പോവാത്തതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടേലും പോവാൻ വെച്ചെന്നും പറഞ്ഞ് ഇത് പോകുന്ന വഴിയിലൊരു പുഴ എടുത്തതാട്ടോ. നമ്മൾ എടവണ്ണപ്പാറ അവിടെ ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു പുഴ എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പം അതിൻ്റെ ഇടയിലൊരു കടലമിഠായി കഴിച്ചിട്ടോ ഞങ്ങൾ. നമ്മളെ സ്ഥലത്തെത്തി. മുറിഞ്ഞമാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നതേ. ഇവിടെ അങ്ങനെ കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ, നടുവിൽ ഒക്കെ നമ്മൾ കര, പിന്നെ സൈഡ് ഫുള്ള് പുഴ കേട്ടോ. നടു മാത്രം അങ്ങനെ കരയായിട്ട് സൈഡുകൾ ഫുള്ള് പുഴയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്കുള്ള ഒരു സ്പോട്ടായിട്ട്. പിന്നെ തോണി ഉണ്ടായിരുന്നു, ബോട്ട് ഉണ്ടായിരുന്നു, അതിലൊക്കെ പോവാം. കാരണം തീരെ വെള്ളം കുറഞ്ഞ ഇതിൽ കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ 3 മണി ആയപ്പോഴത്തേന് ഇവിടെ എത്തിയിട്ടുണ്ട്. പോത്തുകളെ വെള്ളത്തിൽ അവർ രാവിലെ കൊണ്ടുവന്ന് ഇവിടെ അടയിച്ച് വിടുകയെന്ന്. പിന്നെ പുല്ലാണല്ലോ, ഫുള്ള് പുല്ലാണ്. അപ്പം അത് പോത്തുകൾ വെള്ളത്തിൽ കിടക്കുന്നേണ്ട. അപ്പം ഞങ്ങളതിലൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്, വെറും പച്ചപ്പ്, കാണാൻ തന്നെ അടിപൊളി സ്ഥലമാണ്. അപ്പം താത്ത ഉണ്ടായിരുന്നു, താത്താൻ്റെ മക്കള് പൊന്നിനെ വീഡിയോ എടുക്കല് ഓടി വരികയാണ്. പിന്നെ ഇവിടെ ഒരു ബ്രൈഡ് ട്യൂബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 2 മണിക്കൂറോളം അവിടെ നിന്നിട്ട് അവസാനമാണ് ആ പെണ്ണ് വന്നത്. ബ്രൈഡ് ട്യൂബിൻ്റെ തോണിയിലൊക്കെ നമുക്ക് പോവാം. അധികം ചാർജൊന്നുമില്ല കേട്ടോ. ബോട്ടും ഉണ്ട്, തോണിയുണ്ട്, വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അവിടെ പോയിട്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇരുന്ന് കണ്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ മുത്തുട്ടിൻ്റെ അവിടെ നിന്ന് റീൽസ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വല്ലാണ്ട് കളിക്കണില്ല. അവിടെ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇതിൽ കുറച്ച് കളിച്ചു. ഞങ്ങൾ ആ റീൽസ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. പൊന്നു വേണ്ട കാണിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ കളിക്കേണ്ടതൊക്കെ. അപ്പം അതൊക്കെ എടുക്കൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങളവിടെ കുറേ സമയം ഇരുന്ന് കുറേ ഇതായി. പിന്നെ ആദ്യമൊക്കെയാണ് ഏറ്റവും ഇഷ്ടമായത് കണ്ട. മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വീണാലും അത്ര പ്രശ്നമല്ല. അല്ലാണ്ട് ആടിൻ്റെ കൂടെ ആയിട്ടും പോത്തിന് പിന്നെ കുറച്ച് പേടിയിരുന്നു. അപ്പം ആടിൻ്റെ കൂടെ അവരങ്ങനെ ഐറ്റങ്ങളെ ആട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. അത്ര ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളവിടെ തൊട്ടടുത്താണ്, ആകെ 22 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇതുവരെ നമ്മളത് അറിഞ്ഞിട്ടില്ല എൻ്റെ സ്ഥലം. അപ്പം അങ്ങനെ താത്താൻ്റെ മോൻ പറഞ്ഞ് അവർ പോയിരുന്നു, നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കേട്ടോ. കണ്ട സൈഡിലൊക്കെ ആ പുഴ, നടുവിൽ ഫുള്ള് പുല്ല്. അപ്പോൾ ഇവിടെ ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ തോണിയിലൊന്നും കയറിയില്ല. അവർക്കൊക്കെ പേടി കാരണം അവർ ജാക്കറ്റൊന്നും തരാതെയാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ ബോട്ടിലൊന്നും കയറണ്ടെന്നും പറഞ്ഞ് താത്താൻ്റെ മോനെ ആരും സമ്മതിച്ചില്ല കയറാൻ, പേടിയായിട്ട്. പിന്നെ ഉപ്പിലിട്ടതൊക്കെ കുറേ വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പാനിപൂരി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു 2 പ്ലേറ്റ് നമ്മൾ വാങ്ങിച്ച്. എരിവ് ഇടണ്ടെന്ന് കാക്കാനോട് പ്രത്യേകം പറഞ്ഞിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ശർക്കരൻ്റെ പാനി വെച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. എല്ലാവരും കഴിച്ച് 2 പ്ലേറ്റിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിന് 40 രൂപ ഇട്ടു. അപ്പോൾ എല്ലാവരും എടുത്ത്, കുട്ടികൾക്ക് വലിയ ഒരു ഇതൊന്നും ആയിട്ടില്ല. അവർക്ക് വേറെ പ്ലേറ്റ് എടുത്തു. ഇത് 2 ഞാൻ കഴിച്ച്. പിന്നെ അവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇരുട്ട് വരൽ തുടങ്ങി കേട്ടോ. 5:30 കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് മടങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ ചായൻ്റെ കട ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒറ്റൊരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായില്ല. 3 മണിക്ക് കണ്ടപ്പോൾ ഫുള്ളായി. ഇതൊക്കെ ഒഴിഞ്ഞ് കിടക്കിയിരുന്നു പാർക്കിംഗ് ഏരിയ. പിന്നെ അതൊക്കെ ഫുള്ളായി. ഞങ്ങൾ പുറത്തേന്ന് നിർത്തിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. അപ്പോൾ പൊറാട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കണ്ട് കയറിയതാണ്. പക്ഷെ അതൊക്കെ തീർന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മുട്ട ബജ്ജി എടുത്തിരുന്നത്. അവരൊക്കെ പഴംപൊരി, ഉള്ളിവട അതൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ മുട്ട ബജ്ജി അതിൻ്റെ മാവ് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. മുട്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അതിന്. പിന്നെ എന്തൊരു പാല്, ആടിൻ്റെ പാലുകൊണ്ടുള്ള ചായ ആയിട്ട് പിന്നെ അവിടെ തന്നത്. കാരണം സാധാ പാലല്ലായിരുന്നു. അപ്പോൾ
നല്ല ടേസ്റ്റ് ഉണ്ടായി ചായ. അതുകൊണ്ട് 2 ചായ കുടിച്ച്. അവർക്കൊക്കെ പാലായിരുന്നു കൊടുത്തിരുന്നത്. പാല് തിളപ്പിച്ചിട്ടുള്ള ഇതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയും അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഉള്ളിവടയൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ച്. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ 6:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈദ് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.